വരുമ്പോൾ ഇതൊരു പകരുന്ന അസുഖമാണ്. അപ്പം പേഷ്യൻറ്റിനെ മാത്രം ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, പേഷ്യൻ്റെ കൂടെയുള്ള കോൺടാക്ട്സിനെയും എനിക്ക് കൂടെ ഇടപഴകിയ ആൾക്കാർക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. എല്ലാ പ്രായക്കാരിലും ഈ അസുഖം വരാവുന്നതാണ്. എന്നിരുന്നാലും ഇത് കൂടുതൽ കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. എസ്പെഷ്യലി അത് ഓവർ ക്രൗഡിങ് ഉള്ള പ്ലേസസിൽ ഇത് പെട്ടെന്ന് പകരാൻ സാധ്യതയുണ്ട്. ഒരു ഹോസ്റ്റലുകളിലോ അല്ലെങ്കിൽ ഡോർമെട്രീസിലൊക്കെ ഇത് പെട്ടെന്ന് ഒരാൾക്ക് കിട്ടിയാൽ ബാക്കിയുള്ളവർക്കും പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉള്ളതാണ്. സ്കേബിസിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കഠിനമായ ചൊറിച്ചിലായിട്ടും പിന്നെ ചെറിയ ചെറിയ സ്കിന്നിൽ ചെറിയ കുരുക്കളായിട്ടൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് ഫുൾ ബോഡിയിൽ വരാവുന്നതാണ്. കൂടുതലായിട്ടും വരുന്നത് ചില പ്രത്യേക സൈറ്റ്സിലാണ്. അത് വിരലിൻ്റെ നടുക്ക്, കൈത്തണ്ടിൽ, എൽബോയുടെ ഏരിയയിൽ, പിന്നെ ചിലവർക്ക് കഷത്തിൽ വരാറുണ്ട്, ചിലവർക്ക് ബ്രസ്റ്റിൻ്റെ ചുറ്റും വരാറുണ്ട്, ചിലവർക്ക് പുക്കിളിന് ചുറ്റും വരാറുണ്ട്, ചിലവർക്കത് മൂത്രമൊഴിക്കുന്ന ഭാഗത്തിലേക്ക് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇത് മുതിർന്ന ഒരാളിലാണെങ്കിൽ അത് ഫേസിലേക്ക് വരുന്നത് കുറവായിരിക്കും, ഫേസിലേക്ക് വരാറില്ല. ഒരു കുട്ടിക്കാണെങ്കിൽ അത് ഫേസിലേക്ക് കൂടെ വരാൻ സാധ്യതയുള്ളതാണ്. സ്കേബിസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് കോണ്ടാക്റ്റ് വന്നാലോ അവരുപയോഗിച്ച വസ്ത്രങ്ങളോ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ സോപ്പോ അവരുപയോഗിക്കുന്ന വസ്തുക്കളോ ആയിട്ട് കോണ്ടാക്റ്റ് വന്നാലും സ്കേബിസ് വരാവുന്നതാണ്. ലൈംഗിക ബന്ധത്തിലൂടെയും ഇത് പകരാവുന്നതാണ്.